ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു. ശിവരാത്രി പുണ്യം ലഭിക്കാനായി ശിവരാത്രി വ്രതം എടുക്കുന്നവർ ശിവപുരാണത്തിലെ വളരെ പ്രസക്തമായ പഞ്ചാക്ഷര മാഹാത്മ്യം കേൾക്കുന്നതും കുറച്ചു ഭാഗമെങ്കിലും വായിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹത്തിനും ശിവരാത്രി പുണ്യം നേടാനും വളരെ ഉത്തമമാണ്. ശിവപുരാണത്തിലെ പ്രസക്തമായ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചാക്ഷര മാഹാത്മ്യം ഭക്തിയോടെ കേൾക്കൂ. ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. വാരണവദനനും വാണിയും വിരിഞ്ചനും കാരണപുരുഷനാം കാർമുകിൽ വർണ്ണൻ താനും മാരവൈരിയും ദേവി മാമലമകൾ താനും പാരിജാതിവാസിയാം ഇന്ദിരാദേവി താനും വ്യാസനും വാൽമീകിയും ഭൂസുരശ്രേഷ്ഠന്മാരും വാസവൻ താനും പിന്നെ വാനവർ കദംബവും ശാസ്താവായ ഗുരുനാഥനും മമ ഹൃദി വാസനം ചെയ്തിടേണം ഞാനിതാ വണങ്ങുന്നേൻ. ശൈവമാം പുരാണത്തിൽ കീർത്തനം ചെയ്തിടുവാൻ ദൈവകാരുണ്യാമൃതം സർവദാ ഭവിക്കേണം. നിൻകഴലിണ പണിഞ്ഞാസ്തയാ വസിക്കുന്നോരെങ്കൽ നിൻ കനിവനുവാസരം വിളങ്ങേണം. നിൻ കൃപാസുതാരസം കൊണ്ടുമേ മനക്കാമ്പിൽ അങ്കുരിക്കേണം സൂക്തിബദ്ധമാം കൽപ്പദ്രുമം. എങ്കിലോ മനോജമാം നൈമിഷാരണ്യം തന്നിൽ ശങ്കരം ശിവശങ്കരം ശാശ്വതം മഹാപദം. പങ്കസങ്കരം വെടിഞ്ഞുള്ളോരു ഹൃദാന്തരം പങ്കജേ നിരീക്ഷണം ചെയ്തുകൊണ്ടനാരഥം സൽക്കഥാമൃതങ്ങളെ കേട്ടുകൊണ്ടകക്കാമ്പിൽ ഉൽക്കടപ്രസന്നത സാന്ദ്രരാമുനീന്ദ്രന്മാർ വീരസംശയം പുരാണങ്ങളെ കഥിക്കുന്ന സൂതനോടരുൾ ചെയ്താരേകതാമോദത്തോടെ ചൊല്ലടോ മഹാമതേ. ലോകവാസികളുടെ ചൈതന്യപ്രകാശകൻ യാതൊരു കർമ്മം ചെയ്താൽ ഈശ്വരൻ പ്രസാദിക്കും. ചേതസി വസിപ്പിപ്പാൻ എന്തുപായമെന്നതും തൻ തിരുവടിയുടെ സേവനപ്രകാരത്തിനെന്തുപോലെളുപ്പമെന്നുള്ളതും പറക നീ. നാമകീർത്തനം ധ്യാനമർച്ചനം പ്രദക്ഷിണം സോമശേഖര പ്രീതി കാരണമിവയെല്ലാം എന്നതിൽ ശതഗുണം തന്നുപോലും മാപതി തന്നുടെ കഥാമൃതം കേൾക്കയും കഥിക്കയും എന്നതു നിമിത്തമായി ചൊൽക നീയടോ സൂത. കുന്നിൻ മാനിനി കണവൻ കഥാപീയൂഷങ്ങൾ എന്നതു കേട്ടു മഹാബുദ്ധിമാനായ സൂതൻ വന്ദനം ചെയ്തു ഭക്ത്യാ ചൊല്ലിനാൻ പുരാതനം. മാമുനി ശ്രേഷ്ഠന്മാരെ കേട്ടരുളേണം നിങ്ങൾ വാമദേവന്റെ കഥാവിസ്താരം മഹത്തരം. മിക്കതും പ്രളയാന്തത്തോണമേ പറഞ്ഞാലും ഈ കഥാമാഹാത്മ്യങ്ങൾക്കില്ല പോലവസാനം. ഇന്ദ്രനായതും ശിവൻ ചന്ദ്രനായതും ശിവൻ ഇന്ദ്രിയാർത്ഥങ്ങളായി കാണുന്നതെല്ലാം ശിവൻ. ബ്രഹ്മാവായതും ശിവൻ വിഷ്ണുവായതും ശിവൻ. ബ്രഹ്മവാദികൾക്കേതും ഭേദമില്ലറിഞ്ഞാലും ആർത്തരക്ഷണം ചെയ്യുവാൻ ആസ്തയാ മഹാദേവൻ മൂർത്തിഭേദത്തെ ചെയ്തു മൂന്നായി വിളങ്ങുന്നു. ഈശ്വരപ്രസാദത്തിൻ ആദികാരണം ചൊല്ലാം ഈശ്വരവിശ്വാസവും ഭക്തിയും വിനീതിയും.
ശ്രദ്ധയാ ചെയ്തിടുന്ന കാര്യങ്ങൾ സിദ്ധിച്ചിടും. ബുദ്ധിമാന്മാരാം നിങ്ങൾക്കുണ്ടല്ലോ പരമാർത്ഥം. കൃത്തിവാസസാം ദേവൻ സത്വരം പ്രസാദിപ്പാൻ ഉത്തമം ജപയജ്ഞമെന്നു ഞാൻ കേട്ടിരിപ്പൂ. മന്ത്രസേവ കൊണ്ടീശൻ സത്വരം പ്രസാദിക്കും. മന്ത്രസഞ്ചയങ്ങളിൽ നല്ലതു പഞ്ചാക്ഷരം. വിസ്തൃതം ഹരിദ്വാരം കാശിയും പ്രയാഗയും. ശാശ്വതം രാമേശ്വരം ഗോകർണം മഹാകാളം. കാളഹസ്തിയും കുംഭകോണവും ചിദംബരം നീളവേ പ്രസിദ്ധമാം ദക്ഷിണ കൈലാസവും. ഇത്തരം മഹാക്ഷേത്രം മന്ത്രയജ്ഞത്തെ ചെയ്യുവാനുത്തമം. പിന്നെ തൻ്റെ ഭക്തനും പോരും താനും. ഭൂമിദേവന്മാരുടെ പാദരേണുക്കൾ തട്ടും ഗ്രാമവും ദേശങ്ങളും എത്രയും മുഖ്യം തന്നെ. വേദിയന്മാരിൽ ഭക്തിയുള്ളവർക്കധികാരം വേദതുല്യമാം പഞ്ചാക്ഷരത്തെ ജപിപ്പാനും. വിപ്രസത്തമന്മാരെ സേവിക്കുന്നവർക്കുടൻ സുപ്രസന്നനാം ദേവൻ ദേവവന്ദിതൻ ശിവൻ. ആരണന്മാരെ കണ്ടാൽ അപ്പോഴേ വണങ്ങുന്നോർക്കാരംഭിച്ചതു സർവം സർവദാ സാധിച്ചിടും. ബ്രാഹ്മണപ്രിയന്മാർക്കിന്ദ്രസേവനം ചെയ്താൽ ബ്രഹ്മമാം പ്രബോധവും സാധിക്കും കാമങ്ങളും. മന്ത്രമാഹാത്മ്യങ്ങളെ ബോധിപ്പാനിതിഹാസം ഹന്ത ഞാൻ അരുൾ ചെയ്യാം കേണരുളേണം നിങ്ങൾ.